Hello all, welcome to mFavor Learning app. Okay, Anisha, Pravida, Sharanya, Jinsi, Lakshmi, Vidya, Bhagilakshmi, Aslamiya. Okay. സോ നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ മൊഡ്യൂൾ 4 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, നെക്സ്റ്റ് മീനിങ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, നെക്സ്റ്റ് HDI. ഓക്കെ, സോ ഇതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ്. സോ ആദ്യം നന്നായി ലിസൺ ചെയ്യുക. സോ അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഷംന, രമ്യ. സോ ഫസ്റ്റ് ആണ് നമുക്ക് നോക്കാം എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമി എന്ന് വെച്ചാൽ ആക്ച്വലി സോഷ്യലിസം ആസ് വെൽ ആസ് ക്യാപിറ്റലിസം. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പോഴും എന്താണ് ഡെവലപ്പിംഗ് ഇക്കോണമിയാണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് ഇക്കോണമിയാണ്. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ, അതായത് എന്താണ് ഒരു എക്കോണമീനെ ഡെവലപ്പ് ചെയ്യുക, അത് ഏതൊക്കെ രീതിയിലാണ്, സോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് എക്കണോമിക് ഡെവലപ്മെന്റ് മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു പ്രോസസ്, അതായത് എക്കണോമിക് വെൽബീങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എ നേഷൻ. ഒരു നേഷന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അവരുടെ ലൈഫ് ഓഫ് എങ്ങനെയാണ്, ലൈഫ് മീൻസ് അവരുടെ നേഷൻസ് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക. സോ അതേപോലെ റീജിയൺ, നെക്സ്റ്റ് ലോക്കൽ കമ്മ്യൂണിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് ഏത് രീതിയിൽ അനലൈസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യണം. സോ അതിൽ വരുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി എക്കോണമിയിൽ സംഭവിക്കുന്നത്. സോ അതായത് ഇപ്പോൾ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, അല്ലേ? സോ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ, ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആണ്. സോ അതേപോലെ തന്നെ ഇൻകം, ഇൻക്രീസ്ഡ് ഇൻകം, better education, improve infrastructure and more equitable wealth distribution. സോ ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇൻവോൾവ്സ് ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എക്കോണമിയിൽ ഫുള്ളായിട്ട് ചേഞ്ചസ് ആണ് ഉണ്ടാവേണ്ടത്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ഇംപ്രൂവ്മെന്റ്, അതേപോലെ ഇൻകത്തിൽ വരുന്ന ഇംപ്രൂവ്മെന്റ് വരുന്നത്. ഇപ്പൊ ഇൻകം ഇൻക്രീസ്ഡ് ആണ്, ലിവിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ബെറ്റർ ആയിട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, മോർ ഇക്വിറ്റബിൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ വെൽത്ത് രീതിയിൽ ഈക്വൽ ആയിട്ട് തന്നെയാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓവറോൾ ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇക്കോണമി, അതാണ് എക്കോണമിക് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഓവറോൾ ആയിട്ട് എന്താണ് ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ അപ്പം ഇതിൽ വരുന്ന കോൺസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഓവറോൾ ആയിട്ട് ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കീ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാന്ന് വെച്ചാൽ എന്തൊക്കെയാണ് കീ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്? അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ആണ്
ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് ലെവൽ ഇൻക്രീസ് ആവുക, റൈസ് ഇൻ റിയൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിൽ അല്ല, ഇപ്പൊ നമ്മൾക്കിപ്പം ഓർഗനൈസേഷൻ വേണ്ട, ഇപ്പൊ നമ്മളിപ്പോ നല്ല രീതിയിൽ ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ആവുന്ന വെച്ചാൽ ഓവറോൾ ആയിട്ട് ഇൻകത്തിന്റെ ലെവൽ വന്നിട്ട് ഇൻക്രീസ് ആവുക. ഓക്കെ, അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഡെവലപ്പ് ചെയ്യണം, എക്കോണമി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള ടേം അല്ലെങ്കിൽ ബേസിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ സസ്റ്റൈൻഡ് റൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യാന്നുള്ള മീനിങ് ആണ് കേട്ടോ. റൈസ് ചെയ്യുക റിയൽ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ബേസിക് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ബേസിക് ടൂൾ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്, സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലോട്ടും സർവീസസിലോട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ മെയിൻ ആയിട്ട് ഇപ്പൊ മോഡേണൈസേഷൻ, ഇപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഈ കേസിൽ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പോൾ എപ്പോഴും സ്റ്റേബിൾ ലെവൽ അല്ല, അവിടെ എന്താണ് ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതാണ് ഇപ്പൊ അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സർവീസിലോട്ട് പോയി. സോ അതോടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ടെക്നോളജി മോഡേണൈസ് ആവുകയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് എക്കോണമി മൊത്തത്തിൽ ഡൈവേഴ്സിഫൈ ആകണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ചേഞ്ചസ് വരികയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ എക്കണോമിക് ഡെവലപ്മെന്റ് മെയിൻ ആയി ഫോക്കസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, ബെറ്റർ ആയിട്ട് ഹെൽത്ത് കെയർ ഉണ്ടാകണം, അതേപോലെ ബെറ്റർ എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഇതിലൂടെ നമുക്ക് എന്തായിരിക്കും, ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് വന്നിട്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് റിഡക്ഷൻ ഓഫ് പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ സോ ട്രൂ നല്ല ഡെവലപ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെ എന്ത് കുറയ്ക്കാൻ സാധിക്കും, പോവർട്ടി റേറ്റ് അങ്ങനെയുള്ളതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻകം ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ ഓവറോൾ ആയിട്ട് ഡെവലപ്മെന്റ് വന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവിറോൺമെന്റിൽ നമുക്ക് സസ്റ്റൈൻ ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. സോ ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും റിസോഴ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി റിസോഴ്സസ് നമുക്ക് ഒപ്റ്റിമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കാമെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ഓക്കെ, ഡെവലപ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എന്തായിരുന്നു HDI എന്ന് വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. സോ അതിൽ എന്തൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് ഇൻകം. സോ ഇതിലൂടെ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല ഫോക്കസ് ചെയ്യണം, പക്ഷെ ഹ്യൂമന്റെ വെൽഫെയറും കൂടെയാണ് എന്ത് ചെയ്തിരിക്കണേ, മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉദ്ദേശിക്കുന്നത്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റിൽ എന്താ വരുന്നത്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഇംപ്രൂവ്മെന്റ് ലൈക്ക് ഇപ്പൊ ഗവേണൻസ്, ലോ, അതേപോലെ ടെക്നോളജി അഡോപ്ഷൻസ് ഇതൊക്കെ. ഓക്കെ, സോ അതേപോലെ ഇപ്പൊ ഗവേണൻസ് പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, എന്തൊക്കെ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, സോ ഏതൊക്കെയാണ് മാർക്കറ്റ്. ഓക്കെ, സോ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, എങ്ങനെയൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കണം. സോ ഡെവലപ്മെന്റിൽ വരുമ്പോൾ ഈ ഏതൊക്കെ ഫീൽഡിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്രൂവ്മെന്റ് വരുന്നത് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് ലൈക്ക് ഇപ്പൊ ഗവേണൻസും ലോയും മാർക്കറ്റും എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, സോ എന്തൊക്കെയാണ് അപ്പം കീ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്, റിഡക്ഷൻ ഓഫ് പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റി, സസ്റ്റൈനബിലിറ്റി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ സാൻഡ്ര, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേക്കണേ. ശരണ്യ, ഓക്കെ. സോ മെയിൻ ആയി മനസ്സിലാക്കി വെച്ചാൽ മതി എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. എക്കണോമിക് ഡെവലപ്മെന്റും എക്കണോമിക് ഗ്രോത്തും എന്താന്ന് രണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എക്കണോമിക് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് കൺട്രിയുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്ന് വെച്ചാൽ GDPന്റെ മീനിങ് എന്തായിരുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഒരു 1 ഇയറിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഓക്കെ, വിത്തിൻ എ കൺട്രിയിൽ. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ഡൊമസ്റ്റിക്കില്. സോ അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്കണോമിക് ഗ്രോത്തിൽ വരുന്ന കോൺസെപ്റ്റിൽ വരുന്നതാണ് മെയിൻ ആയിട്ട് എന്ത് ഈ കൺട്രിയുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക, GDP. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രോഡർ എന്ന് വെച്ചാൽ വൈഡ് ആണ്. എൻകംപസിങ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം, കൺസിസ്റ്റ് ഓഫ്, അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, കൺസിസ്റ്റിംഗ് ഓഫ്
ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക, അതേപോലെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫ്രീഡം, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക മെയിൻ ആയിട്ട്. ഓക്കെ, സോ അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന കോൺസെപ്റ്റിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ത് ചെയ്യുക, കൺട്രിയുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക, GDP. നെക്സ്റ്റ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെയാ ഉണ്ടാവാന്ന് വെച്ചാൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇൻക്രീസ് ചെയ്യുക, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫ്രീഡം. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കണം, ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്ന തന്നെ എഡ്യൂക്കേഷൻ ലെവലില്, ഹെൽത്ത് ലെവലില് എല്ലാം ഓവറോൾ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും. അതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് മൊത്തത്തിൽ. അതാണ് ഞാൻ മൊത്തത്തിൽ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ത്യ മിക്സഡ് എക്കോണമി ആണ്. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മിക്സിംഗ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്, ഡെവലപ്ഡ് അല്ല. നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫീൽഡിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാവേണ്ടത്, സോ അതിനെ പറയുന്നതാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സോ ഇപ്പൊ എടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല് മീനിങ്ങും അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റും ആണ് ഇപ്പൊ എന്താ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ നോക്കാം. അപ്പൊ എന്തൊക്കെയായിരുന്നു? സോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുക. എങ്ങനെയൊക്കെയാ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക? അതിൽ വരുന്ന എപ്പോഴും സ്റ്റേബിൾ ലെവൽ ആയിരിക്കില്ല നമ്മുടെ കൺട്രി പോയിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ഇപ്പോൾ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ബിസിനസ് വേൾഡിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ അതേപോലത്തെ നിറയെ ഇംപ്രൂവ്മെന്റ്സ് എല്ലാ ഫീൽഡിലും ഇറ്റ് ഈസ് വെരി നീഡഡ് ആണ്, അല്ലെ? സോ അതിൽ വരുന്ന ഇംപ്രൂവ്മെന്റ് ആണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗില്, ഇൻകത്തില്, എഡ്യൂക്കേഷനില്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസില്, അങ്ങനെ ഓരോന്നിലും. സോ അതിൽ വരുന്ന കോൺസെപ്റ്റുകളാണ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്, റിഡക്ഷൻ ഓഫ് പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റി, സസ്റ്റൈനബിലിറ്റി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സോ ഈ ഓരോ ഫീച്ചറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഉള്ളത്. പെർ ക്യാപിറ്റ ഇൻകം എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബേസിക് ആയിട്ട് ഇൻകം കൂട്ടണം, ഒരു കൺട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലോട്ട് മാറി, അല്ലെ? സോ അതിലൂടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, മോഡേണൈസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്ത് ഇംപ്രൂവ് ചെയ്തു, ഹെൽത്ത് കെയറിൽ, എഡ്യൂക്കേഷനിൽ, ഹൗസിംഗിൽ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ. അപ്പോൾ മുന്നേക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒത്തിരി ഡെവലപ്മെന്റ് ആണ് ഉള്ളത് അങ്ങനെ. സോ അതേപോലെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇല്ലായ്മ, അത് ഓക്കെ. സോ അതൊക്കെ റെഡ്യൂസ് ചെയ്യുക. പിന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ് ആക്ച്വലി ആവശ്യമാണ്, എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് അതാണ് ആവശ്യമാണ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ. നമുക്ക് വരുന്ന ഫ്യൂച്ചർ ജനറേഷനിൽ നമുക്ക് എന്ത് വേണം, റിസോഴ്സ് വേണം, അത് പ്രിസർവ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ടു പ്രൊട്ടക്ട്. ഓക്കെ, അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മൈൻഡിലോടി വരണം, HDI ഓർമ്മ വരും. അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വരുന്ന എന്തൊക്കെയാണ്. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, ഇൻകം. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോകുക. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ടെക്നോളജി പ്രോഗ്രസ് പറയുമ്പോൾ ഡെവലപ്മെന്റിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ഇംപ്രൂവ്മെന്റിൽ. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നതാണ് ഈ ഗവേണൻസ്, മെയിൻ ആയിട്ട് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ ലോ, മാർക്കറ്റ്, ഇതൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ. സോ ഇതൊക്കെയാണ് കോൺസെപ്റ്റും അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയ. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അനീഷ, വിദ്യ, നൂറിൻ, ശരണ്യ, സാൻഡ്ര. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആക്ച്വലി മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി എവാലുവേറ്റ് ചെയ്യണം. എവാലുവേറ്റ് ചെയ്യുക എന്നുള്ള അതിന്റെ മീനിങ് എന്തെന്നറിയോ, അനലൈസ് ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കണേ. എവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അസസ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, അതൊക്കെയാണ് കേട്ടോ. അനലൈസിങ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. ആക്ച്വലി മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എക്കോണമി ഡെവലപ്പ് ആയിട്ടുണ്ടോ അത് മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് actually they have to evaluate both quantitative as well as qualitative aspects of development. ആക്ച്വലി അവർ അനലൈസ് ചെയ്തിരിക്കണം ഏതൊക്കെ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. സോ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആക്ച്വലി ഇൻഡെക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൺട്രിയുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അതേപോലെ കൺട്രിയുടെ പ്രോഗ്രസും അത് മാത്രമല്ല ആൻഡ് റീജിയൻ ഓൾസോ. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഇൻ ടേംസ് ഓഫ് എക്കോണമിയില്, സോഷ്യലില്, എൻവിറോൺമെന്റില് എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് അസസ് ചെയ്യാണ്. അസസ് ചെയ്യാന്ന് പറയുന്നത് അനലൈസ് ചെയ്യാണ്. സോ അപ്പൊ എന്തൊക്കെയായിരുന്നു മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ്, അതിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എവാലുവേറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. ഏതൊക്കെ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ച് മെഷർമെന്റ് ടൂൾസും ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത് കൺട്രിയുടെ പ്രോഗ്രസ് പറയുമ്പോൾ എന്താ, കൺട്രിയുടെ ഡെവലപ്മെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റീജിയൻ ഇൻ ടേംസ് ഓഫ് ഏതൊക്കെ രീതിയിലാണ് ഇവർ അനലൈസ് ചെയ്യണേ പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എക്കണോമിക്കില്, സോഷ്യലില്, എൻവിറോൺമെന്റിൽ, ഇങ്ങനെ.
സോ അതിൽ വരുന്ന എന്തൊക്കെയാണ് മെഷേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് GDP, അല്ലെങ്കിൽ എന്താ GDP ആൻഡ് GNP. നമ്മൾ ഓൾറെഡി ഇത് സ്റ്റാറ്റിൽ പഠിച്ചതാണ്. GDP എന്താ, GNP എന്താ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. സോ GDP എന്താ നമുക്ക് നോക്കാം. GDP ആക്ച്വലി ഇറ്റ് മെഷേഴ്സ് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഓവർ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു നിശ്ചിത ടൈം പീരീഡിൽ നമ്മുടെ കൺട്രിയുടെ ഉള്ളിൽ തന്നെ, ഡൊമസ്റ്റിക്കിൽ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ടോട്ടൽ വാല്യൂ എത്രയാണ്. സോ GDPയുടെ മീനിങ് എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ആക്ച്വലി GDP എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് മെഷേഴ്സ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി. ഒരു കൺട്രിയുടെ ഉള്ളിൽ തന്നെ എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ടോട്ടൽ ആണ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ. അതാണ് എന്തെന്ന് പറയുന്നത് GDP. ഓക്കെ, അടുത്തതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡന്റ് ഓഫ് എ കൺട്രി. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇന്ത്യയിലെ റെസിഡന്റ്, ഇന്ത്യയിലെ ജനത. സോ ആക്ച്വലി ആ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്രയാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ്. അതായത് അത് കൂടാതെ ഇപ്പൊ GDP പോലെ നമ്മുടെ ഡൊമസ്റ്റിക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻകം ഏൺഡ് ഫ്രം അബ്രോഡ്, പുറത്തു നിന്നും എത്ര ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, മൈനസ് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഇൻകം ഏൺഡ് ബൈ ഫോറിനേഴ്സ് വിത്തിൻ ദ കൺട്രി. നമ്മുടെ കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഫോറിനേഴ്സ് എത്ര ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് അത് മൈനസ് ചെയ്യണം. മനസ്സിലായോ എന്തായിരുന്നു GNP? ഇറ്റ് മീൻസ് ആക്ച്വലി ഇറ്റ് ഇൻക്ലൂഡ്സ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡന്റ് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിലെ റെസിഡന്റ് എത്ര ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള ടോട്ടൽ മാർക്കറ്റ് വാല്യൂം അതിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ ഇൻകം ഏൺ, പുറത്തു നിന്നും അബ്രോഡിൽ നിന്നും എത്ര ഇൻകം ഏൺ ചെയ്തു, ഇൻക്ലൂഡിങ് ഇൻകം ഏൺഡ് അബ്രോഡും, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഇൻകം ഏൺഡ് ബൈ ഫോറിനേഴ്സ് വിത്തിൻ ദ കൺട്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻസ് ആണ്. സോ ലിമിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് GDP GNP എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അവിടെ കൺസിഡർ ചെയ്യുന്നില്ല ഇൻകം ഇൻഇക്വാളിറ്റി, അതേപോലെ നോൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ, എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ അവിടെ മെയിൻ ആയിട്ട് എന്താ അവിടെ ഫോക്കസ് ചെയ്യുക, ഔട്ട്പുട്ട് ആണ്, എക്കോണമി ഔട്ട്പുട്ട് ആണ്. പ്രത്യേകിച്ച് അവർ എന്ത് ചെയ്യുന്നില്ല, ഫാക്ടേഴ്സും കാര്യങ്ങളും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഹെൽത്തോ എഡ്യൂക്കേഷൻ ഒന്നും നോക്കുന്നില്ല. സോ എന്താണ് GDP ആൻഡ് GNP എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഇൻകം ഇൻഇക്വാളിറ്റി, അതേപോലെ നോൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ, എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ, ഇതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ GDP GNP എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് എന്താ ഫോക്കസ് ചെയ്യുന്നത്, എക്കണോമിക് ഔട്ട്പുട്ട്. അതേപോലെ അവർ മെയിൻ ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, വിതൗട്ട് കൺസിഡറിംഗ് ഫാക്ടേഴ്സ്, ഹെൽത്തോ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള രീതിയൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആക്ച്വലി പെർ ക്യാപിറ്റ ഇൻകം ഉദ്ദേശിക്കുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറയണമെന്ന് വിചാരിച്ചു, അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് എത്തി വരുന്ന പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ ബേസിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ പെർ ക്യാപിറ്റ ഇൻകം റൈസ് ചെയ്യാന്നുള്ളത് അപ്പൊ അപ്പോഴേ പറയുന്നത് വിചാരിച്ചതാ. സോ പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷന്റെ ആവറേജ് ഇൻകം ആണ് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ GDP ഓർ GNP ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. സോ ആക്ച്വലി ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യണം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എങ്ങനെയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? ദിസ് ഈസ് ആവറേജ് ഇൻകം ഓഫ് എ കൺട്രീസ് പോപ്പുലേഷൻ. ഒരു കൺട്രിയുടെ പോപ്പുലേഷനിലെ ആവറേജ് ഇൻകം ആണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ. അതിലെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി അതിൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദി GDP ഓർ GNP, ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം GDP അല്ലെങ്കിൽ GNP ഡിവൈഡഡ് ബൈ എന്തായിരുന്നു, ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് അതിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി പെർ ക്യാപിറ്റ ഇൻകത്തിൽ ആക്ച്വലി അവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഇൻകം ഇൻഇക്വാളിറ്റി, അതേപോലെ കോസ്റ്റ് ഓഫ് ലിവിംഗിൽ വരുന്ന ഡിഫറൻസ് അക്രോസ് റീജിയൻസ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് ഇൻ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കണേ, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതാണ് എന്ത്, HDI. ആക്ച്വലി അത് ആരെ ഡെവലപ്പ് ചെയ്ത് പറ, യുണൈറ്റഡ് നേഷൻസ് ആണ്. ഈ HDIയിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഇൻഡെക്സുകളാണ്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, ഇൻകം പെർ ക്യാപിറ്റ. ഓക്കെ, ലൈഫ് എക്സ്പെക്ടൻസി ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ആണ്. എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. അപ്പോൾ സ്കൂളിംഗ് എങ്ങനെയൊക്കെയാണ്, എക്സ്പെക്ട് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്തൊക്കെയാണ്, അതാണ് എഡ്യൂക്കേഷനിൽ വരിക. ഇൻകം പെർ ക്യാപിറ്റ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് വരിക. ഓക്കെ, സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, അതായത് കൺട്രിയിലെ ഓവറോൾ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ എന്താ കൺസിഡർ ചെയ്യാം, ഹെൽത്തും എഡ്യൂക്കേഷനും എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. സോ അതാണ് HDI ഈസ് വൈഡ്ലി യൂസ്ഡ് ടു മെഷർ, അതായത് ഒരു കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് മെഷർ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യും, ഹെൽത്തും എഡ്യൂക്കേഷനും. സോ ആക്ച്വലി എന്താ ലിമിറ്റേഷൻ, അവിടെ എന്ത് കൺസിഡർ ചെയ്യില്ല, ഇൻകം ഇൻഇക്വാളിറ്റി, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. അതാണ് എന്ത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വരുന്നത്, ആക്ച്വലി മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, ഇൻകം ആണ്. എന്തിനാ മെഷർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് മെഷർ ചെയ്യുന്നത്. അവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്.
ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ഇൻകം ഇൻഇക്വാളിറ്റി, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഗിനി കോയിഫിഷ്യന്റ് ആണ്. ആക്ച്വലി അത് എന്താ നമുക്ക് നോക്കാം. ഗിനി കോയിഫിഷ്യന്റ് എന്താ മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻകം ഇൻഇക്വാളിറ്റിയാണ് മെഷർ ചെയ്യണേ പോപ്പുലേഷനുള്ളിൽ തന്നെ. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. 0 എന്ന് ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് ഇക്വാളിറ്റി ആണ്, 1 എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇൻഇക്വാളിറ്റി ആണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഗിനി കോയിഫിഷ്യന്റ് മീനിങ് എന്താണ്? ഗിനി കോയിഫിഷ്യന്റ് ഇൻഡിക്കേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻകം ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. 0 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഇക്വാളിറ്റി ആണ്, അതേപോലെ 1 എന്ന് പറഞ്ഞാൽ ഇൻഇക്വാളിറ്റി ആണുള്ളത്. അതേപോലെ ഇവിടെ എന്ത് നോക്കുന്നില്ല? വെൽത്ത് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അബ്സല്യൂട്ട് ആയിട്ട് ഇവരൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒരു ജസ്റ്റ് ഒന്ന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഗിനി കോയിഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്നാണ്. ആക്ച്വലി എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ദിസ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് എ പോപ്പുലേഷൻ ലിവിങ് ബിലോ ദ പോവർട്ടി ലൈൻ. ആക്ച്വലി ഈ പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് അതായത് ബിലോ പോവർട്ടി ലൈനിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ആണ് ഉള്ളത് എന്ന് അവർ എന്ത് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ടിപ്പിക്കലി എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ബിലോ 1.90 പെർ ഡേ. സോ വേൾഡ് ബാങ്കിൽ എക്സ്ട്രീംലി പോവർട്ടി എന്ന് പറയുമ്പോൾ ഇതിന് 3 മടങ്ങ് ത്രിഷോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ പോവർട്ടി ലൈനിൽ. സോ അപ്പോൾ ഉദ്ദേശിക്കുന്നത് പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിലോ പോവർട്ടി ലൈനിൽ എത്ര പീപ്പിൾസ് ആണ് ലീവ് ചെയ്യുന്നത് എന്നുള്ള പെർസെൻറ്റേജ് ആണ്. ദിസ് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് എ പോപ്പുലേഷൻ ലിവിംഗ് ബിലോ ദ പോവർട്ടി ലൈൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലിമിറ്റേഷൻ പറയുന്നത് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നത്? മിസ് ഔട്ട് ഓൺ ഇൻഡിവിജ്വൽ ലിസ്റ്റിംഗ് ജസ്റ്റ് എബോവ്. അതായത് ഇവിടെ എന്ത് മിസ് ചെയ്യുന്നുണ്ട്? എബോവ് പോവർട്ടി ലൈനിലുള്ള പീപ്പിൾസിനൊക്കെ നമ്മൾ ജസ്റ്റ് മിസ് ചെയ്യണം, അപ്പൊ അത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ആക്ച്വലി അവർ എക്കോണമിക്കലി സ്ട്രഗിൾ ചെയ്യുന്ന അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ദ ലേബർ ഫോഴ്സ്. ആക്ച്വലി എത്ര എംപ്ലോയി ആണ്, ലേബേഴ്സ് ആണ് എംപ്ലോയ്മെന്റ് തേടുന്നത്. സീക്ക് പറഞ്ഞാൽ ജോലി തേടുക, അതായത് സെർച്ച് ചെയ്യുക ജോബ്. പക്ഷെ എന്താണ് അവർക്ക് എന്ത് പറ്റുന്നില്ല? അൺഎബിൾ ടു ഫൈൻഡ് വർക്ക്, കറക്റ്റ് ആയിട്ട് വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റുന്നില്ല. സോ അൺഎംപ്ലോയ്മെന്റിന്റെ ഇത് ഹൈ ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ അണ്ടർ ഡെവലപ്മെന്റ് ആണ്, എക്കണോമിക് ചാലഞ്ചസ് ആണ് കുറെ ഫേസ് ചെയ്യേണ്ടി വരിക. സോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ലേബേഴ്സ് ആക്ടിവിറ്റി സീക്ക്. ആക്ച്വലി കുറച്ച് പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അൺഎബിൾ ടു ഫൈൻഡ് വർക്ക് ആണ്, കറക്റ്റ് ആയിട്ട് വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റുന്നില്ല. സോ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ എന്താണ്? അണ്ടർ ഡെവലപ്മെന്റും എക്കണോമിക് ചാലഞ്ചസും ആണ് അവർക്ക് ഉണ്ടാവുക. സോ അതിൽ വരുന്ന ലിമിറ്റേഷൻ ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ്? അണ്ടർ എംപ്ലോയ്മെന്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ എടുക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതിൽ വർക്കേഴ്സിന് ഡിസ്കറേജ് ചെയ്യണം, ഹു ആർ സ്റ്റോപ്ഡ് ഫോർ ലുക്കിംഗ് ഫോർ വർക്ക്. സോ അതിലൂടെ വരുന്നതിന്റെ വർക്ക് നോക്കുന്നത് നിർത്തുകയാണ്. സോ അൺഎംപ്ലോയ്മെന്റ് മേ നോട്ട് ക്യാപ്ചർ അണ്ടർ എംപ്ലോയ്മെന്റ്, ഡിസ്കറേജ് വർക്കേഴ്സ്, ഇതിനുള്ള ഇതൊക്കെ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ആക്സസ് ടു ബേസിക് സർവീസ് ആണ്. എന്ന് വെച്ചാൽ എക്കണോമിക് ഡെവലപ്മെന്റ് മെയിൻ മെഷർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അതായത് എഡ്യൂക്കേഷന്, ഹെൽത്ത് കെയർ, ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ എന്ന് വെച്ചാൽ വാട്ടർ ഫെസിലിറ്റീസ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള സർവീസ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ ഈ ഇൻഡിക്കേറ്റേഴ്സിലൂടെ ബെറ്റർ ക്വാളിറ്റി ലൈഫും അതേപോലെ പോപ്പുലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, സോ ഇവിടെ എന്താണ് പറഞ്ഞാൽ ഈ മെഷേഴ്സ് ആക്ച്വലി മാറിക്കൊണ്ടേയിരിക്കും, വാരി ചെയ്യുക പറഞ്ഞാൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും റീജിയൺ അനുസരിച്ചും. മേ നോട്ട് ഫുള്ളി റിഫ്ലക്ട് ക്വാളിറ്റി, അതായത് ഫുള്ളും ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് പറയാൻ സാധിക്കില്ല എഫിഷ്യൻസി ഉണ്ടെന്ന്. അവിടെ എന്താണ് വാരി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ലൈഫ് എക്സ്പെക്ടൻസി ആണ്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല്, അതായത് ഇപ്പൊ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അതിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഗിനി കോയിഫിഷ്യന്റ്, പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ആക്സസ് ടു ബേസിക് സർവീസസ്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അസ്ലമിയ, ശരണ്യ, ലക്ഷ്മി, പ്രവിത, ആമിന. ഓക്കെ, രമ്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ആണ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആണ്. സോ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇവിടെ എന്താ മെഷർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹെൽത്തും ആൻഡ് വെൽബീയിങ് ആണ്. എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് വെൽബീങ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഹയർ ലൈഫ് എക്സ്പെക്ടൻസിയിലൂടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ആക്ച്വലി വേണം. അതേപോലെ സാനിറ്റേഷൻ, ഗുഡ് ഫെസിലിറ്റീസ് ആക്ച്വലി വേണം, അല്ല നീഡഡ് ആണ് ഒരു ബേസിക് ആയിട്ട്. അതേപോലെ നെക്സ്റ്റ് ലിവിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തിരിക്കണം, പീപ്പിളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ഡെവലപ്ഡ് ആയിരിക്കണം. സോ ലൈഫ് എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് ആക്ച്വലി ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കീ മെഷർ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. സോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ഹെൽത്ത് വെൽബീങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ലൈഫിൽ സോ നല്ല രീതിയിൽ തന്നെ ബെറ്റർ ലിവിംഗ് സിസ്റ്റം ആയിരിക്കും അവർക്ക് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക. സോ ഹയർ ലൈഫ് എക്സ്പെക്ടൻസിയിലൂടെ ഉദ്ദേശിക്കുന്നത് ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം, സാനിറ്റേഷൻ, അതേപോലെ തന്നെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ്. സോ അതൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസിയിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഡിഫറൻസ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ്. സോ അതിൽ വരുന്ന ഡിഫറൻസ് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതായത് അവിടെ എന്താണ് മെയിനായിട്ട് ഹെൽത്ത് സർവീസ് ആക്സസ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കണം. സോ അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വരുന്ന ഡിഫറൻസ് അല്ല കൺസിഡർ ചെയ്യുന്നത്, അവിടെ എന്താണ് ആക്സസ് ടു ഹെൽത്ത് സർവീസസ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ ഇവിടെ എന്താ മെഷർ ചെയ്യണേന്ന് വെച്ചാൽ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. അതുകൂടാതെ ട്രഡീഷണൽ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, സോ അതിൽ വരുന്ന മെട്രിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ കാർബൺ എമിഷൻസ്, ബയോഡൈവേഴ്സിറ്റി, റിസോഴ്സ് ഡിപ്ലീഷൻ, ഇതൊക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ മെഷർ ചെയ്യണേ പറഞ്ഞാൽ എൻവിറോൺമെന്റലി ഫ്രണ്ട്ലി. സോ അതേപോലെ തന്നെ ട്രഡീഷണൽ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടുത്തെ എൻവിറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഡിഫിക്കൽട്ട് ആണ് അത് കൺസിഡർ ചെയ്യാൻ തന്നെ. സോ ആക്ച്വലി ഇവിടെ എന്താ വേണ്ട ലോങ് ടേം ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസ് ആക്ച്വലി നീഡഡ് ആണ് ഇതിന്. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ സോഷ്യൽ പ്രോഗ്രസ് ഇൻഡെക്സ് ആണ്. എന്ന് വെച്ചാൽ SPI എന്ന് പറഞ്ഞാൽ എന്താ സോഷ്യൽ പ്രോഗ്രസ് ഇൻഡെക്സ് ആണ്. ഇവിടെ എന്താ നോക്കാന്ന് വെച്ചാൽ വേരിയസ് സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പേഴ്സണൽ സേഫ്റ്റി, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ഇതൊക്കെ. സോ GDP പോലെയല്ല, അതായത് സോഷ്യൽ പ്രോഗ്രസ് ഇൻഡെക്സിൽ മെയിനായിട്ട് എന്താ ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ മോർ ഓൺ നോൺ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ വെൽബീങ്. നോൺ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സോ ഇവിടെ എന്ത് നോക്കുന്നില്ല, ഇറ്റ് മേ നോട്ട് കോറിലേറ്റ് എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്യുന്നില്ല ഏതിനൊക്കെ ആയിട്ട്, ഇറ്റ് മൈറ്റ് നോട്ട് കോറിലേറ്റ് ഡയറക്ട്ലി വിത്ത് എക്കണോമിക് പെർഫോമൻസ് ആയിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് റിലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ സോഷ്യൽ പ്രോഗ്രസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വേരിയസ് ആയിട്ട് സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ ഔട്ട്കംസ് ആണ് ഉള്ളത്. സോ അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പേഴ്സണൽ സേഫ്റ്റി, എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക ഒരു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ GDP പോലെയല്ല, അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോൺ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതവിടെ ഉദ്ദേശിക്കുന്നത് എക്കണോമിക് പെർഫോമൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല, അവിടെ ജസ്റ്റ് എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മൾട്ടിനാഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. എന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ആക്ച്വലി എങ്ങനെയൊക്കെയാണ് പോവർട്ടിയിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്, എഡ്യൂക്കേഷൻ, ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത്. സോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ പോവർട്ടി ലൈനിൽ വരുന്ന എങ്ങനെയൊക്കെയാണ് ബേസ്ഡ് ഓൺ ഡിപ്രഷൻ. സോ ഇതിൽ ഇൻഡിവിജ്വൽ എങ്ങനെയൊക്കെയാണ് പോവർട്ടി ലൈനിൽ എങ്ങനെയൊക്കെയാണ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യുക. സോ ഇവിടെ ആക്ച്വലി മോർ ഡിഫിക്കൽട്ട് ആണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, പോവർട്ടി എടുത്ത മെഷേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. സോ അതാണ് MPI എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക എങ്ങനെയാണെന്ന്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു മെഷേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ആക്ച്വലി മെഷേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഫസ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നെക്സ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, നെക്സ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, നെക്സ്റ്റ് വൺ ഗിനി കോഎഫിഷ്യൻ. സോ അതേപോലെ തന്നെ പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ആക്സസ് ടു ബേസിക് സർവീസസ്, next life expectancy at birth, sustainable development indicators, next social progress index, next multinational poverty index. Okay, so എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആയോ?
ഓക്കെ, ലക്ഷ്മി, പ്രവിത, ശരണ്യ, ഓക്കെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കണേ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. സോ ആക്ച്വലി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ മീനിങ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. സോ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ മീനിങ് ഓഫ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റിന്റെ അങ്ങനെ ഒരു വേർഡിന്റെ മീനിങ് എന്താ? ഇംപ്രൂവ്മെന്റ്, ഏതൊക്കെ രീതിയിൽ പ്രോഗ്രസ് ഉണ്ട് എന്നൊക്കെയാണ്. സോ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓവറോൾ ഇംപ്രൂവ്മെന്റ്, അതായത് ഒരു ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഓവറോൾ ഡെവലപ്മെന്റ്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് വന്നിരിക്കുന്നത് ലൈഫ് ക്വാളിറ്റിയിൽ. അതായത് പീപ്പിൾ ഓഫ് വെൽബീയിങ് ഓഫ് പീപ്പിൾ വെൽബീയിങ് ആയിരിക്കണം, നല്ല രീതിയിലായിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഹെൽത്ത്, അങ്ങനെ ഫെസിലിറ്റീസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇറ്റ് ഇസ് എ ബ്രോഡ് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. പക്ഷേ അവിടെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല ഫോക്കസ് ചെയ്യണേ, പക്ഷെ അവിടെ എന്താണ് സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം, സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. അതേപോലെ നെക്സ്റ്റ് പൊളിറ്റിക്കൽ, ഫ്രീഡം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ഇനിക്വാളിറ്റി, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുക. സോ ഇതാണ് എന്ത് ഡെവലപ്മെന്റ്. സോ എന്താണ് ഡെവലപ്മെന്റ്? ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ഓവറോൾ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക ക്വാളിറ്റി ഓഫ് ലൈഫിൽ. അതേപോലെ പീപ്പിൾ വെൽബീയിങ് ആയിരിക്കണം മൂവ് ചെയ്തിട്ട് പോകേണ്ടത്. ഇറ്റ് ഈസ് എ ബ്രോഡ് മൾട്ടി ഡയമെൻഷൻ. പറയുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല നോക്കുന്നത്, അവിടെ എന്താണ് സോഷ്യൽ പ്രോഗ്രസ് ആണ് മെയിൻ ആയി നോക്കുന്നത്. പൊളിറ്റിക്കൽ ഫ്രീഡം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ. ഓക്കെ, സോ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ഇനിക്വാളിറ്റി, ഇതാണ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ക്വാളിറ്റി ഓഫ് ലൈഫും വെൽബീയിങ് ഓഫ് പീപ്പിളും ഇംപ്രൂവ് ആയിരിക്കണം. അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല ഫോക്കസ് ചെയ്യണേ, അവിടെ സോഷ്യൽ പ്രോഗ്രസും പൊളിറ്റിക്കൽ ഫ്രീഡം, ഹെൽത്തും, എഡ്യൂക്കേഷനും, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എൻവയോൺമെന്റ് സസ്റ്റെയിൻ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ. അതേപോലെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുക, ഇതാണ് എന്ത് ഡെവലപ്മെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആദ്യം ജസ്റ്റ് നോട്ട് ചെയ്ത് പൊക്കോളൂ. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നെക്സ്റ്റ് ആണ്. അതേപോലെ തന്നെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, നെക്സ്റ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് സർവീസസ് ഇൻഡിക്കേറ്റേഴ്സ്, നെക്സ്റ്റ് എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, സോ നമുക്കിനി ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ലിസൺ ചെയ്തോളൂ. ഫസ്റ്റ് ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോൾ ഡെവലപ്മെന്റ് എന്താന്ന് പറഞ്ഞു. അടുത്തതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ ആണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ എന്താ ഷോ ചെയ്യുന്നത് വെച്ചാൽ ഹൗ വെൽ ദ എക്കണോമിക് പെർഫോമിങ്, എക്കോണമി എത്ര നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ഹൗ വെൽത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇതാണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക. എന്താണ് എക്കോണമി എങ്ങനെ പെർഫോം ചെയ്യുന്നു, വെൽത്ത് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യണം. സോ അപ്പൊ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിലെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, GDP ആണ്. GDPന്റെ മീനിങ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് പെർ ക്യാപിറ്റ. അപ്പൊ ഡെഫിനേഷൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എക്കണോമിക് ഔട്ട്പുട്ട് ഓഫ് എ കൺട്രി ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. സോ ഇത് എങ്ങനെ കാണുന്നത് വെച്ചാൽ ഒരു കൺട്രിയിലെ എക്കണോമിക് ഔട്ട്പുട്ടിന്റെ ടോട്ടൽ ആണ്, അതേ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അതിൽ വൈ ഇറ്റ് മാറ്റേഴ്സ് പറയുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ എന്താ ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻകം പെർ പേഴ്സണിന്റെ ആവറേജ് ഇൻകം ആൻഡ് കൺട്രീസ് എബിലിറ്റി ടു പ്രൊവൈഡ് ഫോർ സിറ്റിസൺ, കൺട്രീസിന് എത്ര എബിലിറ്റി ഉണ്ട്, കാപ്പബിലിറ്റി ഉണ്ട് ഈ സിറ്റിസണിന് പ്രൊവൈഡ് ചെയ്യാൻ. സോ ഇവിടുത്തെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഇൻഇക്വാളിറ്റി, ഇൻകം ഇൻഇക്വാളിറ്റിയോ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്, ഹോം കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. സോ GDP പെർ ക്യാപിറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ടോട്ടൽ എക്കണോമിക് ഔട്ട്പുട്ട് ഓഫ് എ കൺട്രി ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അതേപോലെ വൈ ഇറ്റ് മാറ്റേഴ്സ് പറയും ഇവിടെ എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആവറേജ് ഇൻകം പെർ പേഴ്സൺ, ഒരു പേഴ്സണിന്റെ ആവറേജ് ഇൻകം എത്രയാണ്, കൺട്രിക്ക് എത്ര എബിലിറ്റി ഉണ്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ സിറ്റീസ് ആണ്. സോ ലിമിറ്റേഷൻ ഉദ്ദേശിച്ച് അവിടെ എന്ത് ഷോ ചെയ്യുന്നില്ല, ഇൻകം ഇൻഇക്വാളിറ്റിയോ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഷോ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് എന്ത് GDP പെർ ക്യാപിറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തതാണ് GNI പെർ ക്യാപിറ്റ ആണ്, എന്ന് വെച്ചാൽ ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ. ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ കൺട്രി റെസിഡന്റ് ഇൻക്ലൂഡിങ് ഇൻകം ഫ്രം അബ്രോഡ്. അതായത് ഒരു കൺട്രിയിലെ റെസിഡന്റ്, കൺട്രിയിലെ ജനത എന്ന് പറയുന്നത് എത്ര ഇൻകം ഏൺ ചെയ്തു അതിന്റെ ടോട്ടൽ, അതിൽ എന്ത് ഇൻക്ലൂഡ് ആകും? ഇൻകം ഫ്രം അബ്രോഡ് ഇൻക്ലൂഡ് ആകും. അതെവിടെ യൂസ് ചെയ്യുക പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI യൂസ് ആകും. വൈറ്റ് മാട്രിക്സ് പറയുമ്പോൾ അവിടെ എന്താണ്? കംപ്ലീറ്റ് പിക്ചറാണ് ആക്ച്വലി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എക്കോണമിയിൽ. ഓക്കെ, അതാണ് പ്രൊവൈഡ് മോർ കംപ്ലീറ്റ് പിക്ചർ ഓഫ് എക്കണോമിക് വെൽബീങ് ദാൻ GDP അലോൺ. ഒരു GDP കാലത്തിന്റെ കംപ്ലീറ്റ് പിക്ചറാണ് ഒരു എക്കോണമിയിൽ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പോവർട്ടി റേറ്റ് ആണ്. പോവർട്ടി റേറ്റ് ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ലിവിങ് ബിലോ ദ പോവർട്ടി ലൈൻ. ഒരു പോവർട്ടി ലൈനിന്റെ ബിലോയിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ആണ് ലിവ് ചെയ്യുന്നത്? അത് നാഷണൽ ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ. വൈറ്റ് മെനൻസ് ഹയർ പോവർട്ടി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വലി അവർക്ക് പൂർ ആയിട്ട് ബേസിക് നീഡൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഫുഡ്, ഹൗസ്, ബേസിക് നീഡ് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഫുഡ്, ഹൗസിങ്, എഡ്യൂക്കേഷൻ ഒക്കെ. ഓക്കെ, സോ അവിടെ പോവർട്ടി റേറ്റ് ഉദ്ദേശിക്കുന്ന ഒരു പോപ്പുലേഷന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പോവർട്ടി ലൈനിന് താഴെ ബിലോ ജീവിക്കുന്നത്? ഇൻ കേസ് നാഷണൽ ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ. സോ അതെന്താണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈ പോവർട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? ബേസിക് നീഡ്സ് പോലും അവർ സാറ്റിസ്ഫൈഡ് അല്ല. അതാണ് പൂർ ആക്സസ് ടു ബേസിക് നീഡ്സ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഗിനി കോയിഫിഷ്യന്റ് ആണ്. സോ ഗിനി കോയിഫിഷ്യന്റില് ഇനിക്വാളിറ്റി മെഷർ ചെയ്യാണ്. 0 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഇക്വാളിറ്റി ആണ്, 1 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇനിക്വാളിറ്റി ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്താ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ വെൽത്ത് കൺട്രീസിൽ അൺഈക്വൽ ആണെന്ന് വെച്ചാൽ ഈക്വൽ അല്ല, ഇൻഇക്വാളിറ്റി ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിൽ എന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യുക? അറൈസ് ചെയ്യുക. മനസ്സിലായോ? ഗിനി കോഫിഷ്യൻ. അപ്പം ഗിനി കോഫിഷ്യനിലെ ഇൻകം ഇനിക്വാളിറ്റി എങ്ങനെ? ഹൗ വിൽ മെഷർ? ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു 0 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പെർഫെക്റ്റ് ഇക്വാളിറ്റി ആണ്. 1 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാക്സിമം ഇൻഇക്വാളിറ്റി ആണ്. സോ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറെ വെൽത്തി ആയിട്ടുള്ള കൺട്രീസിലൊക്കെ അൺഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രോബ്ലംസ് ഒക്കെ അറൈസ് ചെയ്യും? സോഷ്യൽ എക്കണോമിക് പ്രോബ്ലംസ് അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യും? അറൈസ് ചെയ്യും. അടുത്താണ് അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് വർക്കിംഗ്, അതായത് ഒരു പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് എത്രയാണ്, എത്ര പേര് എംപ്ലോയിഡ് ആണ്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആണ്, ഇതൊക്കെ അനലൈസ് ചെയ്യണം. സോ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൈ എംപ്ലോയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്കണോമിക് പ്രൊഡക്ടിവിറ്റിന്റെ ലെവല്, സോഷ്യൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതാണ് എംപ്ലോയ്മെന്റ് ഓർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്ങനെയൊക്കെയാണ്. ഓക്കെ, സോ പെർസെൻറ്റേജ് ഓഫ് വർക്കിംഗ് ഏജ്, ഒരു പർട്ടിക്കുലർ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എത്ര പെർസെൻറ്റേജ്, എത്ര പേര് എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നുണ്ട്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നുണ്ട്. സോ അതാണ് ഹൈ എംപ്ലോയ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? എക്കണോമിക് പ്രൊഡക്ടിവിറ്റി അവിടെ എന്താണ്? കറക്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സോഷ്യൽ സ്റ്റെബിലിറ്റി. സോ അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റിൽ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ GDP പെർ ക്യാപിറ്റ, നെക്സ്റ്റ് ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ, നെക്സ്റ്റ് വൺ പോവർട്ടി റേറ്റ്, നെക്സ്റ്റ് ഗിനി കോയിഫിഷ്യൻ, നെക്സ്റ്റ് വൺ എംപ്ലോയ്മെന്റ് ഓർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, സോ ക്ലിയർ ആയോ? ലക്ഷ്മി, എക്കണോമിക്സിൽ സെക്കൻഡ് ആൻഡ് തേർഡ് മോഡ്യൂൾ ആക്ച്വലി സാറ് പറയുന്നതായിരിക്കും. ഇപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് എനിക്ക് അലോട്ട് ചെയ്ത പോർഷൻ പറയുന്നത് ഫോർത്ത് മൊഡ്യൂൾ ആണ്. സോ ഫോർത്ത് മൊഡ്യൂൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ബാക്കി ആ സെക്കൻഡും തേർഡും ഉള്ളത് സാറ് കംപ്ലീറ്റ് ചെയ്യും. ഇൻ കേസ് ഞാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അലോട്ട് ചെയ്യും. ഓക്കെ, പോർഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ, അതിന് ടെൻഷൻ ആവണ്ട. ഓക്കെ, സോ ക്ലിയർ ആയോ? ഓക്കെ, ശരണ്യ, സാൻഡ്ര, അസ്ലമിയ, വിദ്യ, ഓക്കെ. സോ അപ്പൊ എന്തൊക്കെയായിരുന്നു എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫസ്റ്റ് വൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പെർ ക്യാപിറ്റ, നെക്സ്റ്റ് ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ, നെക്സ്റ്റ് പോവർട്ടി റേറ്റ്, നെക്സ്റ്റ് ഗിനി കോയിഫിഷ്യൻ, നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് ഓർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് എന്ത് ഇൻഡിക്കേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ അതിൽ എന്തൊക്കെയാന്ന് വരിക ആദ്യം നോക്കാം കേട്ടോ. സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ദിസ് റിഫ്ലക്ട് ഒരു പീപ്പിളിന്റെ വെൽബീങ് എങ്ങനെയാണ്, അവരുടെ സ്കിൽസ്, വെൽബീങ് പറഞ്ഞാൽ ഹെൽത്തി കേട്ടോ,
നല്ല രീതിയിൽ പോകുന്നത്. സ്കിൽസ്, ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് ആണ് അതിൽ HDI. HDI എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഓൾറെഡി നമ്മൾ പറഞ്ഞു. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ഹെൽത്ത് എങ്ങനെയാണ്, മീൻ ഇയേഴ്സ് സ്കൂളിംഗ് എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയാണ്, GNI പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ്. വൈറ്റ് മെറ്റേഴ്സ് പറയും ഇവിടെ എന്താണ്? ഇൻകത്തിന് പുറമെ ഇവിടെ എന്താ നോക്കുന്നത്? മെഷേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് ലിറ്ററസി റേറ്റ് ആണ്. ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ യൂഷ്വലി 15+. സോ അതായത് എങ്ങനെ എത്ര പെർസെൻറ്റേജ് എത്ര പീപ്പിളിനാണ് എത്ര പെർസെൻറ്റേജോളം റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. സോ വൈറ്റ് മാറ്റേഴ്സ്. ഹൈ ലിറ്ററസി എന്ന് ഉദ്ദേശിക്കുന്നത് ബെറ്റർ ആയിട്ട് എംപ്ലോയ്മെന്റ്, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്ത് സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി പ്രൊപ്പോർഷൻ ഓഫ് എലിജിബിൾ ചിൽഡ്രൻ എൻറോൾഡ് ഇൻ പ്രൈമറി, അതായത് അവരുടെ എലിജിബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ടെറിഷറി എഡ്യൂക്കേഷനിലൊക്കെ. ഓക്കെ. സോ അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ? അതായത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതാണ് ഫസ്റ്റ് HDI. HDI വരുന്നതാണ് എന്തൊക്കെയാ? ഈ ലൈഫ് എക്സ്പെക്ടൻസി, ബർത്ത്, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും GNI പെർ ക്യാപിറ്റ. സോ നെക്സ്റ്റ് ലിറ്ററസി റേറ്റും നെക്സ്റ്റ് സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോസും. നെക്സ്റ്റ് അതിൽ വരുന്നതാണ് എന്താണ്? ആക്ച്വലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്. അത് ഹ്യൂമൺ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് വളരെ ഏറ്റവും നീഡഡ് ആണ് എന്ന് പറയുന്നത് എന്താ? എഡ്യൂക്കേഷൻ പറയുന്നത് എസെൻഷ്യൽ ആണ് ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്. ഓക്കെ. അടുത്തതാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അതായത് MPI. സോ MPI എന്താ ഉദ്ദേശിക്കുന്നത്? മെയിൻ ആയിട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതെന്തൊക്കെയാന്ന് വെച്ചാൽ അവിടെ എന്താ ഡീപ്പ് ആയിട്ടാണ് ഇതിൻ്റെ ഓഫർ ചെയ്തിരിക്കുന്നത്. പോവർട്ടി എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഇൻകം ബേസ്ഡ് മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തതാണ്, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം സെക്കൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് സ്കിൽസ്, പീപ്പിളിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ. സോ അതിൽ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് HDI. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ലിറ്ററസി റേറ്റ്, നെക്സ്റ്റ് സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോസ്, സോ അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ആൻഡ് പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ. സോ ഇപ്പോൾ സെക്കൻഡ് വൺ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ ആയോ? പ്രവിധ നമുക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ എക്കണോമിക്സ് ക്ലാസ് ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്റ്റാറ്റിങ് കൊമേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ക്ലാസ്സസ് വരുമല്ലോ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. നൂറിൻ, രമ്യ, പ്രവിത, വിദ്യ. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റിലോട്ട് പോവാം. സോ സോഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ലിറ്ററസി റേറ്റ്, സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോസ്, നെക്സ്റ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി ഇവിടെ എന്താ ഷോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ എന്താ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്, അതേപോലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ്. സോ അതേപോലെ അതിൽ വരുന്നതാണ് ലൈഫ് എക്സ്പീരിയൻസ് അറ്റ് ബർത്ത് ആണ്. ഇതെന്തായിരുന്നു? ലൈഫ് എക്സ്പീരിയൻസ് അറ്റ് ബർത്ത് എന്ന് വെച്ചാൽ ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ്. ആക്ച്വലി അവിടെ എങ്ങനെയൊക്കെയാണ് എത്ര വർഷത്തിലാണ് ന്യൂ ബോൺ എക്സ്പെക്റ്റഡ് ലീവ്. ഇപ്പോൾ പുതിയ ബോൺ ബേബി എത്രത്തോളം ലീവ് ചെയ്യും അതിൻ്റെ എക്സ്പെക്റ്റേഷൻ. വൈറ്റ് മെറ്റേഴ്സ് ഇവിടെ നോക്കുന്നത് ഓവറോൾ ഹെൽത്ത് ആണ്, ന്യൂട്രീഷൻ ആണ്, മെഡിക്കൽ സർവീസസ് ആണ്. സോ ലൈഫ് എക്സ്പീരിയൻസ് അറ്റ് ബർത്ത് ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ. നെക്സ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ശിശുമരണം, നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫന്റ് ആകുന്ന സമയത്ത് എത്ര ഡെത്ത് ആണ് വരുന്നത്. 1 year old പെർ 1000 ലീവ് ബർത്ത്. സോ ഒരു വയസ്സ് 1 year old പെർ. ഓക്കെ. സോ എത്ര പേര് ജീവിക്കുന്നു, എത്ര പേരാണ് ഡെത്ത് ആവുന്നത്, അതാ ഉദ്ദേശിക്കുന്നത്. സോ വൈറ്റ് മാറ്റേഴ്സ് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് മെറ്റേണൽ ഇൻഫന്റ് ഹെൽത്ത് കെയർ. ഒരു ഹെൽത്ത് എങ്ങനെയാണ് മെറ്റേണലിലെ ഇൻഫന്റ് ശിശു മരണം അവരുടെ ഹെൽത്ത് എങ്ങനെയൊക്കെയാണെന്ന് അനലൈസ് ചെയ്യണം. അടുത്താണ് ആക്സസ് ടു ഹെൽത്ത് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. ഹെൽത്ത് കെയർ സർവീസസ് ഒക്കെ അവൈലബിൾ ആണോ, അത് എത്രത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ അനലൈസ് ചെയ്യണം.
സോ ഇവിടെ എന്താ നോക്കുന്നത് പറഞ്ഞാൽ ഹെൽത്തി പീപ്പിൾ എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആണ്, അതേപോലെ ഒരുപാട് ഡെവലപ്മെന്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് മെയിനായിട്ട് എന്തൊക്കെയാ വരുമെന്ന് വെച്ചാൽ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആക്സസ് ടു ഹെൽത്ത് കെയർ, ഇതൊക്കെയാണ്. ഓക്കെ, സോ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ ആയോ? അസ്ലമിയ മാത്സ് ക്ലാസ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ മാത്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല, എന്തായാലും എടുക്കുന്നതാവും കേട്ടോ, ഇൻഫോം ചെയ്യുവേ. സോ ഈ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ് എല്ലാവരും ഒന്ന് ലിസൺ ചെയ്യും കേട്ടോ. ഇടയിൽ വേറെ ടോപ്പിക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ക്ലാസ് നന്നായി ലിസൺ ചെയ്യണേ. ഇപ്പൊ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആക്സസ് ടു ഹെൽത്ത് കെയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് സർവീസ് ഇൻഡിക്കേറ്റേഴ്സ്. ആക്ച്വലി ഇവിടെ ഈ ഡെവലപ്മെന്റ് എന്താ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. ആക്ച്വലി ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പറയുമ്പോൾ ഡെയിലി ലൈഫിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം, എക്കണോമിക് ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്തിരിക്കണം. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ആക്സസ് ടു ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ ബേസിക് ആയിട്ട് ഗുഡ് ഹെൽത്തും ഡിസീസ് എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാനുള്ളതും സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ ഇലക്ട്രിസിറ്റി ആക്സസ് ചെയ്യാൻ സാധിച്ചിരിക്കണം. വൈറ്റ് മെറ്റൽസ് പറഞ്ഞാൽ പവർ, ഹോമിൽ പവർ ഉണ്ടായിരിക്കണം, സ്കൂള്, ഹോസ്പിറ്റൽസ്, ഇൻഡസ്ട്രീസിലൊക്കെ. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ട്രേഡ് കൂട്ടുക, എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുക, ജോബ്, ഹെൽത്ത് കെയർ, ഇതൊക്കെ ഉറപ്പുവരുത്താം. സോ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് സർവീസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ആക്സസ് ടു ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ആക്സസ്, നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അടുത്തതാണ് ഇപ്പോ ആക്ച്വലി നമ്മൾ 4 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, നെക്സ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് സർവീസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, സോ ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് എൻവിറോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഒരു കൺട്രി എങ്ങനെയൊക്കെയാണ് ദിസ് റിഫ്ലക്ട് ഹൗ റെസ്പോൺസിബിൾ എ കൺട്രി, ഒരു കൺട്രി എങ്ങനെയൊക്കെ നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് കാർബൺ എമിഷൻസ് പെർ ക്യാപിറ്റ. ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? എൻവിറോൺമെന്റിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉള്ളത്. ഹൈ എമിഷൻസ് ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും അല്ലേ. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് റിന്യൂവബിൾ എനർജി യൂസേജ് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി കൺട്രിയുടെ കമ്മിറ്റ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം, പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ളത്. അടുത്ത ഡീഫോറസ്റ്റേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ റിസോഴ്സ് ലോസ് ആയി കഴിയുമെന്ന് വെച്ചാൽ അതെന്താണ്? ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും എഫക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്? എന്തൊക്കെയാണ്? സോ ആക്ച്വലി ബേസിക് ഒരു കൺട്രിയുടെ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ യൂസ് ചെയ്യാൻ നാച്ചുറൽ റിസോഴ്സിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് ഫസ്റ്റ് ആണ് എന്താ? കാർബൺ എമിഷൻ പെർ ക്യാപിറ്റ, നെക്സ്റ്റ് റിന്യൂവബിൾ എനർജി യൂസേജ്, നെക്സ്റ്റ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഓക്കെ, അടുത്തതാണ് പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്താ വരുന്നത് വെച്ചാൽ അതായത് സ്ട്രോങ് ഗവേണൻസ് എന്ന് വെച്ചാൽ സ്ട്രോങ് റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ഫ്രീഡം ആക്ച്വലി എസെൻഷ്യൽ ആണ് ലോങ് ടേം ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ് എന്ന് പറയുമ്പോൾ വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയ തലത്തിലും ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. സോ ഇൻസ്റ്റെബിലിറ്റി, ഒരു സ്ഥിരതയില്ല, സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റും ഒക്കെ എന്താകും? ഡിസ്കറേജ് ആകും. അതേപോലെ അടുത്താണ് റൂൾ ഓഫ് ലോ ആൻഡ് കറപ്ഷൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എന്തായിരിക്കണം? ഫെയർ, കറക്റ്റ് ആയിരിക്കണം. അതേപോലെ ഇതിലൂടെ എന്താണ്? എക്കണോമി ഡെവലപ്പ് ചെയ്തിരിക്കണം, ഇമ്പ്രൂവ് ആയിരിക്കണം, പബ്ലിക്കലി മൊത്തം ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ, വിശ്വാസം. റൂൾ ഓഫ് ലോ ആൻഡ് കറപ്ഷൻ ഇൻഡെക്സ്. നെക്സ്റ്റ് ആണ് ഫ്രീഡം ഇൻഡിസസ് ആണ്, അതായത് പ്രസ് ഫ്രീഡം, സിവിൽ ലൈബ്രറീസ്, സിവിൽ ലിബർട്ടീസ്, ഇതൊക്കെ. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സിറ്റിസൺസിന് ബെറ്റർ സർവീസസും ഗവേണൻസും കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ അവർക്ക് റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഫ്രീഡം ഇൻഡിസസ്. സോ പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതാണ് എന്തൊക്കെ? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ്, റൂൾ ഓഫ് ലോ ആൻഡ് കറപ്ഷൻ ഇൻഡെക്സ്, ഫ്രീഡം ഇൻഡിസസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെഷേഴ്സ് ആണ് അല്ല, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. സോ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? GDP പെർ ക്യാപിറ്റ, അതേപോലെ GNP പെർ ക്യാപിറ്റ. നെക്സ്റ്റ് ആയിരുന്നു പോവർട്ടി റേറ്റ്, ഗിനി കോയിഫിഷ്യൻ, എംപ്ലോയ്മെന്റ് ഓർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. നെക്സ്റ്റ് സോഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാ?
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതേപോലെ ലിറ്ററസി റേറ്റ്, സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോസ്, നെക്സ്റ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI, നെക്സ്റ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് എന്തൊക്കെ, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആക്സസ് ടു ഹെൽത്ത് കെയർ, നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബേസിക് സർവീസ് ഇൻഡിക്കേറ്റേഴ്സിൽ ആക്സസ് ടു ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, electricity access, transport and communication infrastructure. Next, environmental and sustainability indicators like carbon emission per capita, renewable energy usage, deforestation and biodiversity loss. Next, political and institutional indicators like political stability and absence of violence, rule of law and corruption index, freedom indices. Okay, so indicators of development clear ആയോ? ഓക്കെ ശരണ്യ, സാൻഡ്ര, ഓക്കെ. സോ ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കണേ. നെക്സ്റ്റ് ടോപ്പിക് ആണ് HDI ആണ്. HDI എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആക്ച്വലി എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ് ഉള്ളത്. സോ ആക്ച്വലി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആരെ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ UNDP ആണ്, ദാറ്റ് ഈസ് യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അസസ് ചെയ്യുക എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അസസ് ചെയ്യാന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുക. ഓക്കെ, അതേപോലെ കമ്പയർ ചെയ്യുക ഹ്യൂമൻ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഓരോ കൺട്രീസിലും അറൌണ്ട് ദി വേൾഡിലും എങ്ങനെയൊക്കെ, അതാണ് കമ്പയർ ദ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ കൺട്രീസ് അറൌണ്ട് ദി വേൾഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ പ്യുവർലി എക്കണോമിക് മെഷേഴ്സ് അത് ലൈക്ക് GDP, അതേപോലെ നെക്സ്റ്റ് HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താ ഫോക്കസ് ചെയ്യണം പറഞ്ഞാൽ മെയിനായിട്ട് പീപ്പിൾ, അവരുടെ കാപ്പബിലിറ്റീസ്, മെയിൻ എയിം എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുക ഹൗ ഡെവലപ്ഡ് എ കൺട്രി ഈസ് ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ വെൽബീങ്. സോ എത്രത്തോളം നമ്മൾ ഹ്യൂമൻ വെൽബീങ്ങിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യുകയാണ്. ജസ്റ്റ് വെൽത്തിന്റെ കേസ് മാത്രമല്ല, ഒരു ഹ്യൂമന്റെ കേസിൽ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് മെഷർ ചെയ്യുകയാണ്. സോ അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആരെ ക്രിയേറ്റ് ചെയ്തത് പറഞ്ഞാൽ UNDP ആണ്, അതാണ് യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. മെയിൻ ആയിട്ട് എന്തിനാ HDI എന്ന് വെച്ചാൽ അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കൺട്രീസിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് എത്രത്തോളം ആയിട്ടുണ്ട് അതിന്റെ ലെവൽ നോക്കാനുണ്ട് അറൌണ്ട് ഓൾ ഓവർ ദ വേൾഡിൽ തന്നെ. സോ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത് പീപ്പിൾ, അവരുടെ കാപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ എത്രത്തോളം ക്യാപ്പബിൾ ആണ്. സോ അവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ കൺട്രി നമ്മൾ ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ വെൽബീയിങ്ങിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാണ്. ഓക്കെ, സോ ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഫസ്റ്റ് വൺ ആണ് കോമ്പോസിറ്റ് ഇൻഡെക്സ്. ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് എന്തൊക്കെയാ വെച്ചാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം ഇൻറ്റു എ സിംഗിൾ നമ്പർ എന്ന് വെച്ചാൽ റേഞ്ചിങ് ഫ്രം 0 to 1 ആണ്. ഓക്കെ, അടുത്തതാണ് പീപ്പിൾ സെന്റേർഡ് അപ്രോച്ച് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെയിൻ ആയിട്ട് എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ എന്തെയാ ഹ്യൂമൻ ചോയ്സ് എക്സ്പാൻഡ് ചെയ്യുക, അവരുടെ കാപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക, ഹ്യൂമൻ ജസ്റ്റ് എക്കണോമിക് വെൽത്ത് മാത്രമല്ല. അടുത്ത കൺട്രി കമ്പാരിസൺ ഉദ്ദേശിക്കുന്നത് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓവറോൾ ഡെവലപ്മെന്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് കൺട്രീസിൽ തന്നെ. ഓക്കെ, അടുത്ത ക്ലാസിഫൈസ് കൺട്രീസ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് കൺട്രീസിന് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് 0.8 ആൻഡ് അബോവ്. അതേപോലെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത് 0.7 to 0.799 ആണ്. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ക്ലാസിഫൈസ് കൺട്രീസ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂസിനനുസരിച്ച് കൺട്രീസ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് 0.8 ആൻഡ് അബോവ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് 0.7 to 0.799. ഇപ്പൊ റേഞ്ചിങ് ഫ്രം 0 to 1 ഉദ്ദേശിക്കുന്നത് ഹയർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ഇവിടെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യണേ പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ഉള്ളത് എന്നാണ്. അതേപോലെ പബ്ലിഷ്ഡ് ആനുവലി ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. അത് ആക്ച്വലി എപ്പോഴും റിലീസ് ചെയ്യും ഓരോ വർഷവും. സോ ഗ്ലോബൽ ആൻഡ് റീജിയണൽ റാങ്കിങ് ഉദ്ദേശിക്കുന്നത് കൺട്രി എന്ത് റിസീവ് ചെയ്യും, ഗ്ലോബൽ റാങ്ക് റിസീവ് ചെയ്യും. സോ അത് ഡെവലപ്മെന്റ് പോളിസീസിനും ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, എഫക്ട് ചെയ്യും. സോ എന്തൊക്കെയാണ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? കോമ്പോസിറ്റ് ഇൻഡെക്സ്, പീപ്പിൾ സെന്റേർഡ് അപ്രോച്ച്, കൺട്രി കമ്പാരിസൺ, ക്ലാസിഫൈസ് കൺട്രീസ്, ranges from 0 to 1, published annually, global and regional rankings. Okay, so human development index meaning features clear ആയോ?
പക്ഷെ എത്രത്തോളം നമ്മുടെ കൺട്രി ഡെവലപ്പ് ആയിട്ടുണ്ട്, പീപ്പിൾ ആർ ബേസ്ഡ് അപ്പോൺ ഹ്യൂമൻ വെൽബീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ജിൻസി, ലക്ഷ്മി, നൂറിൻ, അസ്ലമിയ, സാൻഡ്ര, ശരണ്യ. ഓക്കെ, നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ആണ് എക്കണോമിക് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു എന്താണ്? സോ ഓപ്ഷൻ എ ഓൺലി ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, ബി ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, സി ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, നൺ ഓഫ് ദി അബവ്. സോ ആക്ച്വലി എക്കണോമിക് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഒപ്പം ചെയ്ത് വരണേ. സോ ആൻസർ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. ക്വാളിറ്റേറ്റീവില് നമ്മൾ എന്താ മെഷർ ചെയ്യുക? ഓപ്ഷൻ എ GDP per capita, ബി ലിറ്ററസി റേറ്റ്, സി നാഷണൽ ഇൻകം, ഡി എംപ്ലോയ്മെന്റ് റേറ്റ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ലിറ്ററസി റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. സോ ഇതിൽ എക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ വരാത്തത് ഏതാണ്? സോ എന്താണ്? നമുക്ക് അറിയാം HDIയും GDPയും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഉള്ളതാണ്. ഇല്ലാത്തത് ഏതാണ്? വെതർ ഫോർകാസ്റ്റ് ആണ്, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത് GNP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പോപ്പുലേഷൻ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ജനറൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി, ഗ്ലോബൽ ലേറ്റഡ് പ്രോഡക്റ്റ്. നമ്മുടെ ആൻസർ എന്താ? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് എ മേജർ ലിമിറ്റേഷൻ ഓഫ് GDP ആസ് എ മെഷർ ഓഫ് ഡെവലപ്മെന്റ്. അതായത് ഒരു ലിമിറ്റേഷൻ ഓഫ് GDP മെയിൻ ആയിട്ട് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫ്ലേഷൻ, ഇറ്റ് ഇഗ്നോർ പോപ്പുലേഷൻ, ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്റർനാഷണൽ ട്രേഡ്. സോ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഇൻകം ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യുന്നില്ല? എഫക്ട് ചെയ്യുന്നില്ല. സോ മേജർ ലിമിറ്റേഷൻ ഓഫ് GDP എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി. അടുത്തതാണ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു എക്കണോമിക് ഗ്രോത്ത്, ഓൺലി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രസ്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഗ്രോത്ത് ഇൻ എക്സ്പോർട്സ്. സോ ഓപ്ഷൻ സി ആണ്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെന്റ്. സോഷ്യൽ ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെന്റ് അല്ലാത്തത് ഏതാണ്? ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി റേറ്റ്, GDP ഗ്രോത്ത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ എന്താ ആൻസർ? ഓപ്ഷൻ സി ആണ്, GDP ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അടുത്തതാണ് എ കൺട്രി വിത്ത് ഹൈ ഡെവലപ്മെന്റ് ഈസ് ലൈക്ലി ടു ഹാവ്. ഓപ്ഷൻ എ ഹൈ പോവർട്ടി ആൻഡ് ഇല്ലിറ്ററസി, ഓപ്ഷൻ ബി ലോ പെർ ക്യാപിറ്റ ഇൻകം, സി ഹൈ ലൈഫ് എക്സ്പെക്ടൻസി ആൻഡ് ലിറ്ററസി റേറ്റ്, ഡി ഹൈ ഡെത്ത് റേറ്റ് ആൻഡ് ലോ ലിറ്ററസി. സോ കൺട്രിയിൽ ഹൈ ഡെവലപ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട? ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി റേറ്റ് ഉണ്ടെന്നാണ്. സോ ഓപ്ഷൻ സി. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ എക്കണോമിക് ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെന്റ്. നോൺ എക്കണോമിക് ഇൻഡിക്കേറ്റർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ GDP, ബി ലിറ്ററസി റേറ്റ്, സി GNP, ഡി ഇൻഫ്ലേഷൻ. സോ എന്താ ആൻസർ? ഓപ്ഷൻ ആക്ച്വലി നോൺ എക്കണോമിക് ഇൻഡിക്കേറ്റർ ഉദ്ദേശിക്കുന്നതാണ് ലിറ്ററസി റേറ്റ് ആണ്. ഓക്കെ, സോ അടുത്തതാണ് വിച്ച് ഇൻഡെക്സ് കമ്പൈൻസ് ഇൻകം, വെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓപ്ഷൻ സി, HDI. നെക്സ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡാറ്റ ഇൻഡെക്സ്, ഹ്യൂമൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡെക്സ്. സോ അതായത് ഓപ്ഷൻ ബി, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ജസ്റ്റ് എ കോമ്പോണന്റ് ഓഫ് HDI. ലൈഫ് എക്സ്പെക്ടൻസി, ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ, നെക്സ്റ്റ് ലിറ്ററസി ആൻഡ് സ്കൂളിംഗ്, അഗ്രികൾച്ചർ ഔട്ട്പുട്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, അഗ്രികൾച്ചർ ഔട്ട്പുട്ട്. നെക്സ്റ്റ് വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷേഴ്സ് ദ HDI? That is World Bank, IMF, UNDP, WHO. UNDP ആണ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. IMF എന്താ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. WHO എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് എ കൺട്രി വിത്ത് HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 0.90 ആണെന്നുണ്ടെങ്കിൽ എന്താ കൺസിഡർ ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ബി മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ്, സി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഡി വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്. സോ നമ്മുടെ ആൻസർ എന്താ? വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓൾറെഡി ക്ലാസ് എടുത്തു 0.8 ആൻഡ് എബോ ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും വരിക. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എങ്ങനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 0, 1 to 100, 0 to 1000, 0 to 1, -1 to +1. ദാറ്റ് ഈസ് -1 to +1. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 0 to 1. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, സോ ശ്രദ്ധിക്കണം, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, നെക്സ്റ്റ് അതേപോലെ മീനിങ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, നെക്സ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ,
സോ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എൻ്റെ അപ്പം ചെയ്തു തന്നല്ലോ അല്ലേ? വെരി ഗുഡ്. അങ്ങനെ എല്ലാവരും ചെയ്യാം കേട്ടോ. അസ്ലമിയ, പ്രവിത, സാൻഡ്ര, ജിൻസി, വിദ്യ, ശരണ്യ. ഓക്കെ, സോ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നന്നായി പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സസ് ഒക്കെ നന്നായി റെഫർ ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഞാൻ ഫ്രീ ടൈമിലും ക്ലിയർ ചെയ്യുന്നതാണ്. 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ നാളത്തെ ക്ലാസ് ഇൻഷാല്ല 7:30 ഉണ്ടാവും. കറക്റ്റ് ടൈമിൽ തന്നെ ക്ലാസ്സിൽ വരിക. സോ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, അസ്ലമിയ, നൂറിൻ. സോ ഇപ്പൊ തൊട്ട് തന്നെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലോണം ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു ആൾ. ഓക്കെ, സാൻഡ്ര, വിദ്യ, ശരണ്യ. ഓക്കെ, ലക്ഷ്മി. ഓക്കെ, താങ്ക് യു.